വിഷ്ണുവിനെ കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ് സുസ്മിത. ശാലിനി അത് നോക്കി നിൽക്കുകയാണ്. അവർ പോകുന്നത് കണ്ട് ശാലിനി പറയുകയാണ്, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. കാറിൽ വെച്ച് വിഷ്ണു സുസ്മിതയോട് ചോദിക്കുകയാണ്, എടി എന്താ നിന്റെ ഭാവം, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? പറഞ്ഞില്ലേ വിഷ്ണു ഏട്ടന്റെ വീട്ടിലേക്ക് തന്നെ. നിന്റെ വീട്ടിലേക്കോ? ഈ കോമാളിത്തരവും കൊണ്ട് അവിടെ ആരുടെയും കണ്ണിൽ പെടേണ്ട നീ. എന്റെ അമ്മ ആരാണെന്ന് അറിയാമോ നിനക്ക്? അറിയാമല്ലോ, സത്യഭാമ ആന്റിയല്ലേ. വിഷ്ണു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവൾക്കാണെങ്കിൽ എല്ലാവരെയും അറിയാം, എനിക്കാണെങ്കിൽ ആരെയും ഓർമ്മയുമില്ല, ഇവളെ അറിയത്തുമില്ല. പഠിച്ച കള്ളി തന്നെയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും വീടെത്തട്ടെ, അമ്മയുടെ മുൻപിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം. നാഴിലേക്ക് സത്യം പുറത്തെടുത്തോളും സത്യഭാമ. അതിനുശേഷം അവർ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. കാറിൽ നിന്നിറങ്ങി മുറ്റത്ത് തന്നെ നിൽക്കുന്ന വിഷ്ണുവിനോട്, എന്താ നിൽക്കുന്നത്, വാ വാ വീട്ടിലേക്ക് വാന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് വിളിക്കുകയാണ് സുസ്മിത. എന്റെ വീട്ടിലേക്കല്ലേ ഇവളെന്നെ വിളിക്കുന്നത്? കിളിപോയ കേസാണെന്നാണ് തോന്നുന്നത്. അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുമ്പോൾ കണക്കിന് പഠിച്ചോളും. നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സത്യഭാമ. ആ എത്തിയല്ലോ മോളെ, ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്, പ്രീതി ആ ആരതി തട്ടം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ആരതി തട്ടവുമായി വരുന്ന പ്രീതിയെയും ബാക്കി എല്ലാവരെയും കണ്ട് അന്തം വിട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണു വിചാരിക്കുകയാണ്, ഷെടാ ഇവർക്കിതെന്തു പറ്റി? രണ്ടുപേരെയും ആരതി ഒഴിയുകയാണ് സത്യഭാമ. അതിനുശേഷം സത്യഭാമ പറയുകയാണ്, വാ മോളെ കയറി വാ, വലതുകാല് വെച്ച് തന്നെ കയറി വാ. ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന വിഷ്ണുവിനോട് സത്യഭാമ പറയുകയാണ്, നീ എന്താ അന്യന്മാരെ പോലെ, വാ കയറി വാ. രാഘവൻ നായരോട് സത്യഭാമ ചോദിക്കുകയാണ്, ദാ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയാട്ടെ. നേരം രാഘവൻ നായരുടെ കാൽ തൊട്ട് വന്നിക്കുകയാണ് സുസ്മിത. നന്നായി വരും മോളെ എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അതിനുശേഷം സുസ്മിത സത്യഭാമയുടെയും കാൽ തൊട്ട് വന്ദിക്കുന്നു. സത്യഭാമ പറയുകയാണ്, നിനക്ക് എന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. ഇതൊക്കെ കണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, അമ്മ എന്താ ഇതൊക്കെ? ആരായി പെൺകുട്ടി? എടാ ഒരുമിച്ച് കയറി വന്ന് അനുഗ്രഹവും വാങ്ങിച്ചിട്ട് ആരായി പെൺകുട്ടി എന്നോ? അതമ്മേ ഇവര് എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഡാ കൂടുതൽ കളിയൊന്നും വേണ്ട. നീ ചുമ്മാ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ചു വന്നാൽ അച്ഛനും അമ്മയും അങ്ങ് അനുഗ്രഹിച്ചു വിടുമെന്ന് കരുതിയോ? എടാ ഇവൾക്ക് അതിനുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാണ്. എടാ സരളാന്റിയുടെ മകളാണ് ഇത് സുസ്മിത. അതിനുശേഷം സുസ്മിതയോട് സത്യഭാമ പറയുകയാണ്, മോളെ നീ പേടിക്കുകയൊന്നും വേണ്ട, വലിയ തമാശക്കാരനാണ്, എപ്പോഴും ആരെങ്കിലുമൊക്കെ പറ്റിക്കണം. പക്ഷെ അമ്മേ സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല ഇത് എന്താ ഇതൊക്കെ? എടാ ഇനിയും കുട്ടികളെയും തമാശയുമൊക്കെ എടുത്താൽ നീ എന്റെ കയ്യിൽ നിന്നും മേടിക്കും കേട്ടോ. ഇവളാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് സുസ്മിത. അത് കേട്ട് ആകെ അമ്പരക്കുകയാണ് വിഷ്ണു. സത്യഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ചുമ്മാ രാഘവേട്ട, ഇതൊക്കെ ഇവന്റെ ഒരു തമാശയാണ്. ഇവൻ തന്നെയല്ലേ പറഞ്ഞത് സുസ്മിതയെ ഇഷ്ടമാണെന്ന്? അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇവളാണെന്ന്. അതിനുശേഷം സരളമായി സംസാരിച്ചതൊക്കെ രാഘവൻ നായരോട് പറയുകയാണ് സത്യഭാമ. അതിനുശേഷം വിഷ്ണു ശാലിനിയെ ചൂണ്ടി ദാസനോട് പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുകയാണ്. സത്യഭാമ ചോദിക്കാൻ, എടാ ആഭരണങ്ങൾ എടുക്കാൻ ജ്വല്ലറിയിൽ പോയത് ആർക്കു വേണ്ടിയെന്നാണ് നിന്റെ വിചാരം? ഇവളുടെ അച്ഛൻ വിദേശത്താണ്, അദ്ദേഹം വന്നാൽ ഉടനെ വിവാഹം, രണ്ടുപേർക്കും മനം പോലെ മംഗല്യം. മോളുവാ, മോൾക്ക് വേണ്ടി ആന്റി എടുത്ത ആഭരണങ്ങളൊക്കെ കാണിച്ചു തരാം. അവന്റെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന ശാലിനിയെയും ശാരികയും ശ്യാമയുമാണ്. തിരുമേനി പറയുകയാണ്, തൊഴുതു വന്നോളൂ, പ്രസാദം തരാം. ഒരു അമ്പലവാസി അവരോട് ചോദിക്കുകയാണ്, മൂന്നാളും ഒരുമിച്ചുണ്ടല്ലോ, എന്താ വിശേഷം? ശ്യാമ പരീക്ഷയിൽ ജയിച്ചു, ഇവളാണ് ഫസ്റ്റ് എന്ന് പറയുകയാണ് ശാലിനി. നന്നായി, ശാരദാമ്മയുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കണ്ടു തുടങ്ങി എന്നർത്ഥം. ഒരാള് റാങ്കുകാരി, മറ്റേയാള് പഠിത്തത്തിൽ ഫസ്റ്റ്. നിന്റെ അനിയത്തിമാർക്ക് ഏതായാലും ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു ചെറിയ വിഷമം എന്ന് ശാരികയെ നോക്കി പറയുകയാണ് അയാൾ. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയാൽ അമ്മയെ സഹായിക്കാനും ആരെങ്കിലും വേണ്ടേ എന്ന് പറയുകയാണ് ശാരിക. ഇന്നിപ്പോ അമ്മ ഞങ്ങൾക്ക് തണല്, നാളെ അമ്മയ്ക്കൊരു തണലാകണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതിയോ? നിനക്കും വേണ്ടേ ഒരു ജീവിതമൊക്കെ? ഏതായാലും നന്നായി പ്രാർത്ഥിക്കുക. ശാരദാമ്മയുടെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിന്റെ നന്മ കൊണ്ട് നല്ല ഒരു പയ്യനെ തന്നെ നിനക്ക് ഭർത്താവായി കിട്ടും. ആ എന്നാ ശരിയെന്നും പറഞ്ഞ് അയാൾ പോവുകയാണ്. അന്നേരം അമ്പലത്തിലേക്ക് വരികയാണ് രാജീവ്. തൊഴുതു പ്രാർത്ഥിക്കുന്ന രാജീവിനെ കാണുകയാണ് ശാരിക. രാജീവും ശാരികയെ കാണുകയാണ്. അന്നേരം ശ്യാമ ചേച്ചി വാ എന്ന് വിളിക്കുമ്പോൾ ശാരിക അവരുടെ പുറകെ പോവുകയാണ്. ശാരികയെ കണ്ട രാജീവ് ശാരികയുടെ പുറകിൽ നിന്ന് തന്നെ തൊഴുതുകയാണ്. തൊഴുത ശേഷം തിരിഞ്ഞു നോക്കുന്ന ശാലിനി രാജീവിനെ കാണുകയാണ്. പക്ഷെ രാജീവിനെ ശ്രദ്ധിക്കാതെ പോവുകയാണ് അവർ മൂന്നുപേരും. മുൻപിലുള്ള ദേവിയെ തൊഴുന്നുവെങ്കിലും രാജീവ് ശ്രദ്ധിക്കുന്നത് ശാരികയെ തന്നെയാണ്. തിരിച്ച് ശാരികയും അതേപോലെ തന്നെ. പക്ഷെ ഇരുവരുടെയും ഈ നോട്ടങ്ങളൊക്കെ ശാലിനി ശ്രദ്ധിക്കുകയാണ്. ശാലിനി പറയുകയാണ്, എവിടെ നോക്കിയാലും വായി നോക്കികളാണ്, അമ്പലമെന്നോ പള്ളിയെന്നോ ഒന്നുമില്ല. നിങ്ങൾ വന്നേന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂട്ടി പോവുകയാണ് ശാലിനി.
ചുറ്റുവിളക്കിനുള്ള റെസിപ്റ്റ് എഴുതിയ ശേഷം ശാലിനി പറയുകയാണ്, ചുറ്റുവിളക്കിനുള്ളത് കൊടുത്തു. ഇവൾക്ക് അടുത്ത പ്രാവശ്യവും ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി ശാരദാമ്മ അടുത്ത വഴിപാടും നേർന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ പേരിലുമുണ്ട് ഒരു സ്പെഷ്യൽ പൂജ. നിന്റെ പേരിൽ എന്താ ഒരു സ്പെഷ്യൽ പൂജ എന്ന് ചോദിക്കുകയാണ് ശാരിക. ചേച്ചിക്കും വേണ്ടേ ഒരു ഫസ്റ്റ് ക്ലാസ് ചെക്കനെ? അതിന് ദൈവത്തിനുള്ള ഒരു റെക്കമെൻഡേഷൻ. അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയ രാജീവ് പെട്ടെന്ന് ശാലിനി നോക്കുന്നത് കണ്ട് വീണ്ടും അകത്തേക്ക് കയറുകയാണ്. പുറകെ വരുന്ന രാജീവനെ പെട്ടെന്ന് പിടിച്ചു നിർത്തുകയാണ് ശാലിനി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ ഇയാളുടെ പ്രശ്നം? വെറും പെൺപിള്ളേരാണെന്ന് കരുതി ഫോളോ ചെയ്യുകയാണോ? അമ്പലത്തിനകത്ത് വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ ഓട്ടോയിൽ കയറി പോകുമ്പോൾ അതിന് പിന്നാലെയും വരുമോ ഇയാള്? അല്ല, അത് എന്ന് പറഞ്ഞിട്ട് കർച്ചീഫ് എടുത്ത് നീട്ടുകയാണ് രാജീവ്. കർച്ചീഫോ? എന്ത് കർച്ചീഫ് എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അല്ല, നിങ്ങൾ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചപ്പോൾ ഈ കർച്ചീഫ് താഴെ വീഴുന്നത് കണ്ടു. അത് തിരികെ തരാൻ വന്നതാണ് ഞാൻ. ശാലിനി പറയുകയാണ്, അതിന് ഇതെന്റെ കർച്ചീഫ് അല്ലല്ലോ. എന്റേതാണോ എന്ന് ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, എന്റേതല്ല കുഞ്ഞേച്ചി. ഇമാതിരി കോപ്രായങ്ങളൊന്നും ശാരദാമ്മയുടെ മക്കളെടുത്ത് വേണ്ട കേട്ടോ. ഇതിനൊക്കെ തന്നെ കൊണ്ട് ഉത്തരം പറയിച്ചിട്ടേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാജീവിന്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ പെട്ടെന്ന് ശാരിക പറയുകയാണ്, അത് എന്റെ കർച്ചീഫാണ്. അന്നേരം ശാരികയെ നോക്കി ചിരിക്കുകയാണ് രാജീവ്. എന്റെ കയ്യിൽ നിന്നാണ് അത് താഴെ വീണ് പോയത്. അതിന് നിന്റെ കയ്യിൽ ഇതുപോലൊരു കർച്ചീഫ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ശാലിനി. അതെ, അത് വാങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പോഴാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. ശരി എന്ന് പറയുമ്പോൾ ശാരിക കൈനീട്ടിയ ശേഷം പറയുകയാണ്, അതിങ്ങ് തന്നോളൂ. കർച്ചീഫ് വാങ്ങിയ ശേഷം ശാലിനി പറയുകയാണ്, ശരി, താങ്ക്സ്. ഓ, ഇറ്റ്സ് ഓക്കെ, യു ആർ വെൽക്കം. തിരിഞ്ഞു പോകുന്ന അവരോട് രാജീവ് പിന്നെയും വിളിക്കുകയാണ്, അതെ, താങ്ക്സ്. രാജീവ് പോകുന്നത് കണ്ടിട്ട് ശ്യാമ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത്? ശാരിക ചേച്ചി അയാളോട് താങ്ക്സ് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഈ ശാരിക ചേച്ചി പറഞ്ഞാലും മനസ്സിലാവും. അയാൾ എന്തിനാ താങ്ക്സ് പറഞ്ഞത്? ശാലിനി പറയുകയാണ്, നടപ്പും നോട്ടവും ഒക്കെ ഒത്തിരി ഓവറാണ്. സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. വാ, ഓട്ടോ കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. ഇനി നടക്കാം നമുക്ക്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഇവളാണ് നിന്റെ പെണ്ണെന്നും ഉടനെ വിവാഹം നടത്തുമെന്നുമൊക്കെ സത്യഭാമ പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് വിഷ്ണു. അന്നേരം പ്രീതി ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവിടത്തേക്ക് വരികയാണ്. ഏട്ടാ, കഴിക്കാൻ വരുന്നില്ലേ? വേണ്ട, എനിക്ക് വിശപ്പില്ല. ആഹാ, കല്യാണം നിശ്ചയിച്ച സന്തോഷത്തിൽ വിശപ്പും കെട്ടുപോയോ? ദേഷ്യപ്പെട്ട് പ്രീതിയോട് പറയുകയാണ്, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ പെണ്ണെ. ചേടാ, ഞാനിപ്പോ എന്ത് ചെയ്തു? നീ ഇപ്പോ ഒരു കാര്യവും ചെയ്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രം പറഞ്ഞാൽ മതി. നോക്ക്, ഈ കല്യാണത്തിന്റെ കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഏട്ടനെപ്പോൾ അറിയാമായിരുന്നില്ലേ? ഞാൻ കരുതിയത് ഏട്ടനോട് അമ്മയെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ്. എടി, അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വാ. ഇന്നത്തെ മെയിൻ ഷെഫ് സുസ്മിതയാണ് കേട്ടോ. കിച്ചണിൽ കയറിയതും മെനുവും റെസിപ്പിയും ഒക്കെ തയ്യാറാക്കിയതും സുസ്മിതയാണ്. അന്ന് കയറാൻ പോകുന്ന പെണ്ണിന്റെ കൈപുണ്യം ഒന്ന് പരീക്ഷിച്ചതാ അമ്മയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏട്ടൻ വാ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ്, എടി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വിഷ്ണു ഏട്ടനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത്. അമ്മയോട് പറ്റില്ല എന്ന് ഏട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എന്തൊരു കഷ്ടമായതെന്നും പറഞ്ഞ് താഴേക്ക് പോവുകയാണ് വിഷ്ണു. അത് കണ്ട് പ്രീതി പറയുകയാണ്, ഇതാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. അമ്മ എന്നൊരു വാക്ക് കേട്ടപ്പോഴേ വിശപ്പില്ല എന്ന് പറഞ്ഞ ഏട്ടനിതാ ഭക്ഷണം കഴിക്കാൻ റെഡിയായി. ഇതേ വിശ്വാസത്തിൽ തന്നെയും സുസ്മിതയുടെ കാര്യത്തിലും അമ്മ സരളാന്റിക്ക് വാക്ക് കൊടുത്തത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.